ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഓരോ ക്രൈമും ബാക്കി വെക്കുന്ന ചില തെളിവുകളുണ്ട്. അത് സ്വയം പുറത്തു വരും. ഈ കേസിലും അങ്ങനൊരു തെളിവ് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. സാക്ഷിയുമുണ്ട്. ശരിക്കും സമൃദ്ധി ഏത് കോളേജിലാണ് പഠിച്ചത്? അതും എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ആകെ ഓർമ്മയുള്ളത് ഒരു ഓർഫനേജാ. അമ്മയും ശിശിരേച്ചിയും ഗൂഗിളും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളത് ആ ഓർഫനേജിൽ നിന്നാ ഞാൻ പഠിച്ചേന്നാ. ഇതെന്താ സമൃദ്ധി ഇങ്ങനെ ഇങ്ങനെ എല്ലാ കാര്യത്തിനും ഓർമ്മയില്ലാന്ന് പറയുന്നത്? അവന്തിയോട് ഞാൻ നുണ പറയില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. ആക്സിഡന്റോ? അതെങ്ങനെ? അതിനെക്കുറിച്ച് എന്തെങ്കിലും തനിക്ക് ഓർമ്മയുണ്ടോ? അതിനെക്കുറിച്ചും എനിക്ക് ഓർമ്മയില്ല. അവരൊക്കെ പറഞ്ഞു കേട്ടതാ എന്റെ ജീവിതത്തിനെ ആകെ മാറ്റിമറിച്ചത് ആ അപകടമായിരുന്നു. എവിടെ വെച്ചാ അത് നടന്നത്? എന്തായിരുന്നു? സ്ഥലവും സമയമൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ അപകടത്തിനിടയിൽ എന്റെ ജീവിതവും ഓർമ്മകളും എവിടെയോ ചിതറിപ്പോയി. അപകടത്തിന് മുമ്പുള്ള ഞാൻ ആരായിരുന്നെന്നോ എന്തായിരുന്നെന്നോ എല്ലാം ഞാൻ മറന്നുപോയി. ഒന്നും ഓർത്തെടുക്കാൻ പോലും കഴിയുന്നില്ല. അപ്പൊ വെറുതെ അല്ല നീ ഇതുവരെ ആരെയും തിരിച്ചറിയാതിരുന്നത്. നിന്റെ മൈൻഡ് മുഴുവൻ സ്വിച്ച് ഓഫ് ആയി പോയത് ആ ആക്സിഡന്റ് കാരണമാണല്ലോ. അപ്പോ അർച്ചന ഗൂഗിളിനെ സോറി അല്ല സമൃദ്ധ ഗൂഗിളിനെ എപ്പോഴാ ആദ്യമായിട്ട് കണ്ടത്? അർച്ചനയോ? അതാര്? കഴിഞ്ഞ ദിവസം ഫോൺ ചെയ്തപ്പോഴും അർച്ചനയെന്ന് വിളിച്ചല്ലോ. ആ ശരിയാ. അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ എന്റെ ഒരു കൂട്ടുകാരിയുടെ കാര്യം? എപ്പോഴും സംസാരിക്കുമ്പോഴും അവളുടെ പേര് കയറി വരും. അതാ പെട്ടെന്ന് അങ്ങനെ വിളിച്ചു പോയത്. അപ്പോ ചില്ലറ ആക്സിഡന്റ് ഒന്നും ആയിരുന്നില്ല സംഭവിച്ചതല്ലേ? അതൊന്നും എനിക്ക് ഓർമ്മയില്ല. ആക്സിഡന്റിന് ശേഷം ബോധം വരുമ്പോ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നത് ഒരേ ഒരു കാര്യം മാത്രം. എന്റെ മോള്. ബാക്കിയെല്ലാം ഞാൻ മറന്നുപോയിരുന്നു. എന്റെ മോളെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. സാരമില്ല, അതൊക്കെ ഓർത്ത് സമൃദ്ധ വിഷമിക്കണ്ട. എല്ലാം കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ. ഇപ്പൊ നീ ജീവിക്കുന്ന അവസ്ഥ എനിക്ക് മനസ്സിലാവും. കോഫി കുടിക്ക. അത് ശരി, ഈ ആക്സിഡന്റിനും ഗോകുലിന്റെ ജീവിതത്തിനും ഇടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇവൾ എങ്ങനെ ഗോകുലിന്റെ ഭാര്യയായി എന്നറിയണമെങ്കിൽ ആ ആക്സിഡന്റിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞേ പറ്റൂ. ഇവളിലൂടെ തന്നെ ഞാൻ അതും കണ്ടെത്തും. ഞാനിന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. എടി അർച്ചനെ, ശരിക്കും നീ ഇപ്പൊ ഒരു ബഫൂണിനെ പോലെയാ. അങ്ങോട്ട് ചാടാൻ പറഞ്ഞാൽ അങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് ചാടാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് ചാടും. ഒന്നും ഓർമ്മയില്ലാത്ത വേറൊരു ഒരു ബഫൂൺ. ACP സാന്ദ്ര തോമസ് വന്നിട്ടുണ്ട്. മാഡം വന്നിട്ട് ജസ്റ്റ് നൗ. മൂർത്തി കുറച്ചു നേരം പുറത്ത് നിൽക്ക. ഇരിക്കും.
മരിച്ചുപോയ സേതുമാധവൻ നിങ്ങളുടെ ആരാ? ഫാദർ ഇൻ ലോയാ. അച്ഛനോട് വലിയ സ്നേഹമായിരുന്നു. സ്നേഹമായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. പിന്നെ എങ്ങനെ സേതുമാധവന്റെ മക്കൾ നിങ്ങളുടെ ശത്രുക്കളായി? ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് നെല്ലിശ്ശേരിക്കാർക്ക് അവകാശപ്പെട്ടതെല്ലാം സേതുമാധവനിൽ നിന്ന് നിങ്ങൾ വ്യാജ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി കൈക്കലാക്കിയെന്ന. സത്യമാണോ? നോ മാഡം. എന്നോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാ അച്ഛനെല്ലാം എന്റെ പേരിൽ എഴുതി തന്നത്. അതിലെന്തോ ഒരു അസ്വാഭാവികതയുണ്ടല്ലോ. സ്വന്തം മക്കൾക്ക് പോലും കൊടുക്കാതെ സേതുമാധവൻ എന്തിനാ കമ്പനി മറ്റു സ്വത്തുക്കളെല്ലാം നിങ്ങളുടെ പേരിൽ എഴുതുന്നത്? മാഡം, ആ സമയത്ത് അച്ഛനും മക്കളും തമ്മിൽ വലിയ പ്രശ്നത്തിലായിരുന്നു. അച്ഛന്റെ കൂടെ നിന്ന് ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ഞാനും എന്റെ പഴയ ഭർത്താവുമായിരുന്നു. ഈ പറഞ്ഞതൊന്നും ഇത്രയും സ്വത്തുക്കൾ നിങ്ങളുടെ പേരിൽ എഴുതി തരാനുള്ള കാരണമൊന്നും അല്ലല്ലോ. എന്റേതായ വഴിക്ക് ഞാനൊന്ന് അന്വേഷിച്ചപ്പോ സേതുമാധവന്റെ മക്കൾ തന്ന പരാതിയിൽ കഴമ്പുണ്ടെന്നാ എനിക്ക് തോന്നിയത്. സ്വത്തുക്കൾ എഴുതി വാങ്ങിയ ശേഷം എല്ലാവരെയും നിങ്ങൾ നെല്ലിശ്ശേരിയിൽ നിന്ന് പുറത്താക്കി. അതിന്റെ ഷോക്കിലാണ് സേതുമാധവന് ഹാർട്ട് അറ്റാക്ക് വന്നതും അയാൾ മരിച്ചതും. ശരിയല്ലേ? ഡിപ്പാർട്ട്മെന്റിലെ ചില ഉദ്യോഗസ്ഥരും അന്ന് നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അവരുടെ പേരൊക്കെ ഇനി ഞാൻ പറയണ്ടല്ലോ. മാഡം, ആരൊക്കെയോ മാഡത്തിനെ വല്ലാതെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. അവന്തിക അസോസിയേറ്റ്സിന്റെ സ്വന്തം സ്ഥാപനമാണ്. അതിൽ മറ്റാർക്കും ഒരു അവകാശവും ഇല്ല. ഇത്രയും വലിയ ബിസിനസ് തുടങ്ങാൻ നിങ്ങളുടെ കയ്യിൽ എവിടുന്നായിരുന്നു പണം? ഐ മീൻ, വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് യുവർ ഇൻകം? ഓരോ ക്രൈമും ബാക്കി വെക്കുന്ന ചില തെളിവുകളുണ്ട്. അത് സ്വയം പുറത്തു വരും. ഈ കേസിലും അങ്ങനൊരു തെളിവ് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. സാക്ഷിയുമുണ്ട്. അത് അവന്തിക ഇപ്പൊ പറഞ്ഞ ഈ കഥയെ ഒട്ടും ന്യായീകരിക്കുന്നില്ല. നിങ്ങളുടെ സ്വന്തം അനിയത്തി തന്നെയാ അതിന് സാക്ഷി. ഇപ്പൊ എന്തു പറയുന്നു?